ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഇക്കുറി താമര വിരിയുമെന്ന് BJP പ്രഭാരി ജാവദേക്കറും സുരേന്ദ്രനും ഒരേ സ്വരത്തിൽ പറഞ്ഞു. BJP 5 സീറ്റ് വിജയിക്കുമെന്നും 20% മുകളിൽ വോട്ട് ശതമാനം ഉണ്ടാകുമെന്നും പ്രകാശ് ജാവദേക്കർ പറയുന്നു. ഇതൊക്കെ കേട്ടാൽ എങ്ങനെ ചിരിക്കാതിരിക്കും? തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ 12,000 വോട്ടുകൾക്ക് വിജയിക്കും. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയും തെറ്റില്ലാത്ത ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ആറ്റിങ്ങൽ, പത്തനംതിട്ട മണ്ഡലങ്ങളിൽ അട്ടിമറിയും പ്രതീക്ഷിക്കുന്നു. അട്ടിമറി എന്ന് പറഞ്ഞാൽ എല്ലാം മറിച്ച് വിജയിക്കുമെന്നാണ്. അപ്പോൾ മൊത്തം 4 സീറ്റായി. ആറ്റിങ്ങലിൽ V മുരളീധരനും പത്തനംതിട്ടയിൽ അനിൽ ആൻ്റണിയും മികച്ച പ്രകടനം നടത്തി. 20 മണ്ഡലങ്ങളിലും നല്ല പ്രതികരണം വോട്ടർമാരിൽ നിന്നുണ്ടായി. അത് ശരിയാണ്, വോട്ടർമാരിൽ നിന്ന് നല്ല പ്രതികരണമുണ്ടായി. വോട്ട് ചോദിച്ച് ചെന്നപ്പോൾ അടി കൊടുത്തില്ലെന്നേ ഉള്ളൂ. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ 3,60,000 വോട്ട് പിടിക്കും. നേമത്ത് 20,000-ന് മുകളിലും വട്ടിയൂർക്കാവിൽ 15,000-ന് മുകളിൽ ലീഡാണ് പ്രതീക്ഷ. കഴക്കൂട്ടത്തും തിരുവനന്തപുരം സെൻട്രലിലും ലീഡ് ചെയ്യും. രണ്ടാമതാണ് തരൂർ. 4 ലക്ഷം വോട്ട് പിടിച്ച് തൃശ്ശൂർ സുരേഷ് ഗോപി ഇങ്ങ് എടുക്കും. കഴിഞ്ഞ തവണ BJPക്ക് കിട്ടിയ 13% ഉൾപ്പെടെ NDAക്ക് 15.64% വോട്ടാണ് നേടാനായത്. 31.30% വോട്ട് നേടിയ തിരുവനന്തപുരമായിരുന്നു മുന്നിൽ. കുമ്മനം രാജശേഖരൻ 3,16,141 വോട്ടുമായി 2ാം സ്ഥാനത്ത് എത്തി. കഴിഞ്ഞ തവണ പത്തനംതിട്ടയിൽ സുരേന്ദ്രൻ 28.97%, തൃശ്ശൂരിൽ സുരേഷ് ഗോപി 28.18%, ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രൻ 24.96% വോട്ട് നേടിയിരുന്നു. 1 ലക്ഷത്തിൽ കുറവ് വോട്ട് കിട്ടിയ 6 മണ്ഡലങ്ങളുണ്ടായിരുന്നു. കണ്ണൂർ, വടകര, വയനാട്, മലപ്പുറം, ആലത്തൂർ, ഇടുക്കി. ഇത്തവണ ലക്ഷത്തിൽ കുറവ് വോട്ടുള്ള ഒരു മണ്ഡലവും കാണില്ല. കേരളത്തിൽ ആദ്യമായി പ്രധാനമന്ത്രി മോദിയുടെ വികസന രാഷ്ട്രീയത്തിന് ജനങ്ങൾ വോട്ട് ചെയ്തുവെന്നാണ് അവകാശവാദം. മാത്രമോ, കേരളത്തിൽ രാഷ്ട്രീയ മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് ഉണ്ടാകുന്നത്. ഇരു മുന്നണികളുടെയും വർഗീയ വിഭജന രാഷ്ട്രീയം തള്ളി മോദിയുടെ ഗ്യാരണ്ടി ജനം ഏറ്റെടുത്തു. കേന്ദ്ര സർക്കാരിനും മോദിക്കുമെതിരായ എതിർ രാഷ്ട്രീയ പാർട്ടികളുടെ കുപ്രചരണങ്ങൾ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. NDAയുടെയും വിജയം തടസ്സപ്പെടുത്താൻ വലിയ ശ്രമമുണ്ടായി. ജയസാധ്യതയുള്ള BJP സ്ഥാനാർത്ഥികൾക്കെതിരെ നടന്ന വ്യക്തിഹത്യയ്ക്ക് പിന്നിൽ കോൺഗ്രസ് നേതാക്കളാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നുണപ്രചാരണങ്ങൾ ജനം ഏറ്റെടുത്തില്ല. BJPക്ക് മേൽക്കൈയുള്ള രാഷ്ട്രീയം സംസ്ഥാനത്ത് രൂപപ്പെട്ടു. ഫലം വരുന്നതോടെ കോൺഗ്രസിന് അടിതെറ്റും. CPM സർക്കാരിനെതിരായ ജനവികാരം സംസ്ഥാനത്ത് ശക്തമായിരുന്നുവെന്നുമാണ് സുരേന്ദ്രനും ജാവദേക്കറും പറഞ്ഞത്. എനിക്കൊന്നേ പറയാനുള്ളൂ, വോട്ടെണ്ണിക്കഴിഞ്ഞും നിങ്ങളിവിടെയൊക്കെ കാണണം ജാവദേക്കറും സുരേന്ദ്രനും. ഇങ്ങനെയും നുണകൾ പടച്ചുവിടുമോ? ഈ പറഞ്ഞതൊക്കെ ജൂൺ 4-ന് മാറ്റി പറയേണ്ടി വരും. അത് വന്നാൽ തലയിൽ മുണ്ടുമിട്ടുകൊണ്ട് നടക്കേണ്ടി വരും. ഈ തള്ളലൊക്കെ തള്ളുമ്പോൾ അല്പം മിതമായി തള്ളിയാൽ തലയിൽ മുണ്ടിടാതെ നടക്കാം. അത്രേ പറയാനുള്ളൂ.